നിന്നെ അവിടെ എത്തിക്കാൻ അവൾ ഉപയോഗിച്ച ആയുധമുണ്ടല്ലോ, ആ വീഡിയോ, അത് തുളസിയുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അവള് ജയിച്ചുകൊണ്ടേയിരിക്കും. അത് കൈക്കലാക്കണം. അതിനു വേണ്ടിയായിരിക്കണം ഇനി ദുർഗയുടെ നീക്കങ്ങളെല്ലാം. എന്റെ മനസ്സാ ആ കമ്മലിലൂടെ ഞാൻ തുളസിക്ക് കൊടുക്കാൻ പോയത്. പക്ഷെ അത് അവൾക്ക് കിട്ടിയെന്ന് പോലും അറിയില്ലല്ലോ. അതിനിടയ്ക്ക് ആ നാശം പിടിച്ച തേള് വന്ന എല്ലാം നശിപ്പിച്ചത്. ഗിഫ്റ്റ് ആദിത്യം നൽകിയതാണെന്ന കാര്യം ഉറപ്പാ. അപ്പോ എന്റെ പിറന്നാളിന് ഒരു വിഷജീവിയാണോ അവൻ എനിക്ക് സമ്മാനമായി തന്നത്? ആ പിള്ളേര് എന്റെ ഗിഫ്റ്റ് ബോക്സ് തുറക്കുമ്പോ തന്നെ അത് എവിടുന്ന് ചാടി വന്നോന്നാ. സ്നേഹത്തിന് പകരം വിഷം കൊടുത്തതുപോലെ ആയല്ലോ ദൈവമേ. എന്നെ അത് കടിക്കണമെന്നും എനിക്ക് വിഷം തേണ്ടി എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നാശമാവണമെന്നും പ്ലാൻ ചെയ്താണോ അവൻ വന്നത്? തുളസി എങ്ങനെയാവോ ആ സിറ്റുവേഷൻ ഇപ്പൊ കാണുന്നുണ്ടാവുക? വിശ്വസിക്കാൻ പറ്റില്ല. ദുർഗാമ്മയുടെ മകനല്ലേ. അവനിൽ കുറച്ചു നാളായി കാണുന്ന മാറ്റം സ്നേഹമായിരിക്കണമെന്നില്ല, അഭിനയമായിരിക്കും. സ്നേഹം ഭാവിച്ച് ചതിക്കാനുള്ള തന്ത്രം. അവളുടെ മനസ്സറിയാനൊന്ന് വിളിച്ചു നോക്കിയാലോ? അവൾക്ക് ആ കമ്മല് കിട്ടിയെന്ന് അറിയായിരുന്നല്ലോ. അമ്മ ചന്ദനത്തിൽ വിഷം കലർത്തി എന്റെ മുഖം വികൃതമാക്കാൻ നോക്കിയപ്പോ മകൻ വിഷജീവിയെ തന്നെ സമ്മാനിച്ച് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, എന്റെ മനസ്സ് ഞാൻ കൊടുത്തില്ലേ. ഇനി അവളുടെ മനസ്സ് എന്താണെന്ന് അവൾ ഇങ്ങോട്ട് പറയട്ടെ. നിന്നെ വിശ്വസിക്കാൻ തുടങ്ങിയ ഞാനാ മണ്ടി. ഇല്ലടാ, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്കറിയാം. ഇനി നിന്റെ കാപട്യത്തിന് എന്റെ മനസ്സിനെ ഞാൻ വിട്ടുതരില്ല.
എന്നാ ശരി. സുലുവിന് കൊടുത്ത മരുന്ന് അവളുടെ ശരീരം എടുക്കുന്നുണ്ടോന്നറിയാനാ ഞാൻ ഇതുവരെ നിന്നത്. അതെന്തായാലും ഏറ്റു. ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട. അവൾക്കല്ലെങ്കിൽ ഒരുവിധം വിഷമൊന്നും ഏൽക്കില്ല. ഹാ. എന്നെ അലട്ടുന്ന പ്രശ്നം ഇപ്പോഴും തുളസി തന്നെ അപ്പച്ചി. എനിക്ക് അവളുടെ മുമ്പിൽ തോറ്റു മതിയായി. ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാതെ ദുർഗെ. തോൽക്കും തോറും ജയിക്കാനുള്ള വാശി കൂടണം. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ ഒരിക്കലും പിന്മാറാതിരുന്ന അന്തിമ വിജയം നമുക്ക് തന്നെയായിരിക്കും. ഈ മംഗള ഇപ്പൊ നിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാ ദുർഗെ. എന്റെയും എന്റെ മകളുടെയും സ്വപ്നം തകർത്ത നിന്റെ ജീവിതം നിന്നെക്കൊണ്ട് തന്നെ ഞാൻ കുളം തോണ്ടിക്കും. മംഗളാപ്പച്ചിയാ ഇപ്പൊ എന്റെ ധൈര്യം. എല്ലാം നമുക്ക് അനുകൂലമായി വരുമോ അപ്പച്ചി? എന്താ സംശയം? ഞാനില്ലേ മോളെ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരുന്നോ. നിന്റെ കയ്യിൽ വിജയ പതാക ഏൽപ്പിച്ചിട്ടേ അപ്പച്ചി യുദ്ധം അവസാനിപ്പിക്കൂ. എന്നാ അപ്പച്ചി ഇറങ്ങട്ടെ മോളെ. ശരി. ഭാഗ്യം, നല്ല സമയത്താണ് ഞാൻ ഇറങ്ങിയത്. തുളസി, ചിരിക്കുന്നോ? നാണോ ഇല്ല നിനക്ക് എന്റെ മുമ്പിൽ വന്നിങ്ങനെ വിളിക്കാൻ? വിഷജീവിയെ ഗിഫ്റ്റ് ബോക്സിലിട്ട് കൊണ്ടുവന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ടെക്നോളജി ആയിരിക്കും അല്ലേ? ഇങ്ങനെ ചീപ്പായും ക്രൂവലായും ഓരോന്നും ചെയ്യാൻ നിനക്ക് എങ്ങനെയാടാ കഴിയുന്നേ? തുളസി, നീ കരുതുന്ന പോലെ. ഞാൻ എന്ത് കരുതാണ്? എല്ലാരും കണ്ടതല്ലേ. തുളസി, നീ ദുർഗാമ്മയുടെ മകനാണെങ്കിലും അച്ഛന്റെ ഗുണം കുറച്ചെങ്കിലും കാണൂന്ന് കരുതി. പക്ഷെ ദേവമംഗലത്തേതായി നിനക്ക് കിട്ടിയതേ ആ മംഗളപ്പച്ചിയുടെ സ്വഭാവം. ദുർഗാമ്മയും മംഗളപ്പച്ചിയും ചേർന്നാൽ എന്താണോ അതാ ഇപ്പൊ നീ. തുളസി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇനി ഒന്നും പറയണ്ട. എന്റെ ജന്മനാളിൽ തന്നെ എനിക്ക് വിഷം തീണ്ടണമെന്ന് നീ ആഗ്രഹിച്ചില്ലേ? നിനക്ക് വേണ്ടിയല്ല, നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാ നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. ഇതിനായിരുന്നോടാ കുറച്ചുനാൾ സ്നേഹം നടിച്ച് നീ എന്റെ പുറകെ നടന്നത്? ദൈവദോഷം പറയില്ലേ തുളസി, ഞാൻ അങ്ങനെ ചെയ്യൂ? നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ദയവായിട്ട് എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്ക്. വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ എനിക്കിനി കാണും വേണ്ട. തുളസി പ്ലീസ്. നിന്റെ അമ്മയെ പോലെ നീയും തുളസിക്ക് നേരെ വിഷം ചീറ്റാൻ നടക്കുക. ഇത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. പ്ലീസ് തുളസി, ഞാൻ പറയുന്നു. വേണ്ടെന്നല്ലേ പറഞ്ഞേ? തുളസി എന്നെ സംശയിക്കുന്നതിൽ അവളെ തെറ്റു പറയാൻ പറ്റില്ല. അവൾക്ക് ഞാൻ കൊടുത്ത ശരിയായ ഗിഫ്റ്റ് കിട്ടിയില്ലെന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ അതെവിടെ പോയി? അവനിൽ ഞാൻ പ്രതീക്ഷ വെച്ച് തുടങ്ങിയതായിരുന്നു. അവൻ ദുർഗാമ്മയുടെ മകനാണെന്ന കാര്യം ഞാൻ മറന്നു തുടങ്ങിയായിരുന്നു. എല്ലാം എന്റെ തെറ്റാ.
ഇനി അവൻ പോയി തൊലയട്ടെ. നീ കൊടുത്ത ഗിഫ്റ്റ് തുളസിയുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നം തന്നെ. ആ കമ്മല് അവൾക്ക് കിട്ടിയില്ലെന്ന് ഉറപ്പ് തന്നെയാണോ? അതേടാ, അത് കിട്ടിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും തുളസി എന്നെ സംശയിക്കില്ലായിരുന്നു. എങ്കിൽ നീ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് എങ്ങനെയെങ്കിലും തുളസി പറഞ്ഞ് മനസ്സിലാക്കണം. എന്നെ അതിനൊന്ന് സംസാരിക്കാൻ സമ്മതിക്കണ്ടേ? കണ്ട ഉടനെ തന്നെ പൊട്ടലും ചീറ്റലും ഒരു പോക്കുമായിരുന്നു. ഇനി എന്തായാലും തുളസിയുടെ മനസ്സൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അവളോട് സംസാരിക്കാം. എന്റെ സംശയം ഇതിനിടയിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോന്നാ. ആ ബർത്ത്ഡേ ഫംഗ്ഷന് എന്റെ അമ്മയും സുലു ആന്റിയും മംഗളപ്പച്ചിയും അടങ്ങുന്ന തുളസിയുടെ ശത്രുക്കൾ മുഴുവനും ഉണ്ടായിരുന്നു. ഏയ്, അവരെന്തെങ്കിലും പണിയൊപ്പിച്ചതാണെങ്കിൽ സുലു ആന്റി തേള് കുത്തുവോ? എടാ പൊട്ട, തേളിനറിയോ ശത്രു ഏതാ മിത്രം ഏതാന്ന്? ആ ചെറുക്കം വലിച്ചെറിഞ്ഞപ്പോ ചെന്ന് വീണത് സുലു ആന്റിയുടെ ദേഹത്തായിപ്പോയി. അത് കടിക്കുകയും ചെയ്തു. അങ്ങനെ ആയിക്കൂടെ? ആ, അത് ശരിയാ. ആ, നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ വഴിക്കൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. തുളസിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? എനിക്ക് നിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വരാൻ പറ്റിയില്ല. ഞാൻ വന്നിരുന്നെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുമായിരുന്നു ആ വിഷത്തേള് വന്നത് എവിടെ നിന്നായിരുന്നു. നീ വന്നില്ലല്ലോ, പിന്നെ അതേക്കുറിച്ച് പറയണ്ട. വിഷത്തേൾ എനിക്ക് ആദ്യ ഗിഫ്റ്റായിട്ട് തന്നത് തന്നെയാ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു പല്ലിയെ കണ്ട പേടിക്കുന്നവനാണോ നിനക്ക് വിഷത്തേളിനെ ഗിഫ്റ്റ് ബോക്സിൽ ഇട്ടോണ്ട് വരുന്നത്? എനിക്ക് ഗിഫ്റ്റ് തരുന്ന ജോലി മാത്രമേ ആദ്യം ചെയ്ത് കാണൂ. ബാക്കിയെല്ലാം മറ്റാരെങ്കിലും ചെയ്താണെങ്കിലോ? നീ പറഞ്ഞു വരുന്നത് ആദിയുടെ അമ്മയും അപ്പച്ചിയും കൂടി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണോ? അതെ, ഒന്നുകിൽ അവൻ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവൻ അറിയാതെ അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. രണ്ടാമത് പറഞ്ഞതിനാ കൂടുതൽ സാധ്യത. ആദ്യം എന്തായാലും നിന്നോട് അങ്ങനെ ഒരു ക്രൂരത ചെയ്യില്ലെന്നാ എന്റെ വിശ്വാസം. എങ്കിൽ അവനത് തെളിയിക്കട്ടെ, വെറുതെ കുമ്പസരിച്ച പോരാ. തെളിവ് സഹിതം എന്നെ ബോധ്യപ്പെടുത്താൻ ആദ്യം കഴിയണം, എന്നാലേ ഞാൻ അവനെ വിശ്വസിക്കൂ. അമ്മ കഴിച്ചോ? ആദി, എന്താമേ? നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? ഇവിടുന്ന് പോയ ആളല്ലല്ലോ തിരിച്ചു വരുമ്പോ. പുറത്ത് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നമൊന്നും ഉണ്ടായില്ല, പക്ഷെ ചെയ്യാതെ തെറ്റിന് അപവാദം കേൾക്കേണ്ടി വന്നു. അപവാദം കേട്ടെന്നോ? നീ കാര്യം എന്താന്ന് തെളിച്ചു പറ. ഒന്ന് പറയാതി. ഞാൻ ബൈക്കിൽ പോകുമ്പോൾ തുളസി എന്നെ തടഞ്ഞു നിർത്തി കുറ്റപ്പെടുത്തും വഴക്കു കുറയൊക്കെ ചെയ്തമ്മേ. എനിക്കത് വലിയ അപമാനമായിപ്പോയി. അവൾ എന്നോട് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവൾക്കെന്താ ഭ്രാന്തായോ? നിന്നെ എന്ത് പറഞ്ഞാ അവൾ അപമാനിച്ചു എന്ന് പറ.
ഇപ്പൊ തന്നെ അവളുടെ വീട്ടിൽ പോയി മകളെ അടക്കി നിർത്താൻ അവളുടെ തന്തയോടും തള്ളയോടും പറയാം. ആ അത് തന്നെയാ വേണ്ടത് ചേച്ചി. അവരിങ്ങനെ കയറൂരി വിടുന്നതുകൊണ്ട് അവക്ക് എന്ത് തോന്നിയാസം കാണിക്കാന്നായിട്ടുണ്ട്. തന്തയ്ക്കും തള്ളയ്ക്കും നൊന്താലേ മോള് പത്തി താഴ്ത്തും. ശരിയാ. അതൊന്നും വേണ്ട. ഏ? ആന്റി ഞങ്ങൾ എന്ത് തെറ്റിയിട്ടാ? എനിക്ക് തുളസിയുടെ അപവാദത്തിന് ഉത്തരം പറയാൻ പറ്റിയാൽ മതി. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. നീ എന്തുവാടാ ഈ പറയുന്നേ? എന്ത് കണ്ടുപിടിക്കുന്ന? അവള് നിന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? അതാദ്യം പറ. തുളസിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വിഷത്തേളിന് ഇറക്കിയത് ഞാനാണെന്നാ അവള് പറയുന്നേ. ഞാൻ കൊടുത്ത ഗിഫ്റ്റിനുള്ളിൽ അതായിരുന്നു എന്ന് പറഞ്ഞ അവൾ എന്നെ കുറ്റപ്പെടുത്തിയത്. സത്യത്തിൽ എനിക്കതിൽ ഒരു മനസ്സറിവുമില്ല. അമ്മയും സുലുവാന്റെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാനല്ല അത് ചെയ്തതെന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അത് ഉണ്ടെങ്കിൽ പറ. അത് വെച്ചിട്ടേ തുളസിയുടെ അഹങ്കാരം ഞാൻ തന്നെ മാറ്റിക്കോളാം. അതൊന്നും വേണ്ട. നമുക്ക് അവളെ അല്ലാതെ തന്നെ നേരിടാം. അതാ നല്ലത്. അതെ ആദിമോനെ, ഉള്ളത് പറഞ്ഞ കുട്ടികൾ അന്ന് ആദിമോന്റെ ഗിഫ്റ്റ് ബോക്സ് തുറക്കുമ്പോഴേ തേൾ അതിന്ന് പുറത്ത് ചാടിയെന്നാ ഞങ്ങൾക്കും തോന്നിയത്. അല്ലേ ദുർഗേച്ചി? എന്ന് വെച്ച് നീയാണത് ചെയ്തതെന്ന് അർത്ഥമില്ല. തുളസി അങ്ങനെ നിന്നോട് പറയാനും പാടില്ല. അല്ല ആദിമോനെ, എന്റെ ഒരു സംശയം. ആദിമോൻ ഗിഫ്റ്റ് പാക്ക് ചെയ്യുമ്പോ ആ കരിന്തേൾ അതിനകത്ത് കേറിക്കൂടിയതായിരിക്കുമെന്നാ. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ആ ബോക്സിൽ വെച്ച ഗിഫ്റ്റ് എവിടെ? അത് തേള് തിന്നോ? ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അവിടെ കിട്ടിയിട്ടില്ല. പകരം തേളിനെ കൊണ്ടുപോയി കൊടുത്ത് വിഷ ഏൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാ തുളസിയുടെ പരാതി. ഞാൻ എന്തായാലും ഇത് വിട്ടുകളയാൻ പോകുന്നില്ല. സത്യം എന്തെന്ന് കണ്ടുപിടിച്ച് തുളസിയുടെ മുഖത്ത് നോക്കി 4 പറയണം. ദുർഗേച്ചി, നമ്മളാണിത് ചെയ്തെന്ന് ആദിമോനെങ്ങാനും അറിഞ്ഞ? എങ്ങനെ അറിയാനാ? അതിനൊരു ചാൻസും ഇല്ല. നമ്മുടെ പ്ലാൻ സക്സസ് ആയി കഴിഞ്ഞു. നീ പറഞ്ഞതുപോലെ ജന്മനാളില് വിഷജീവിയെ സമ്മാനിച്ച ആദിയെ ഇനി അവള് ജീവിതത്തിൽ വിശ്വസിക്കില്ല. തുളസി, മോളെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താമ്മേ? നീ എവിടെ എന്തെടുക്ക? ഞാൻ ചുമ്മാ ഫോണും നോയിക്കൊണ്ടിരിക്കുക. എന്താ പ്രിയമോക്ക് ഞാൻ ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമല്ലേ? അതെ, രാവിലെ തന്നെ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. എന്റെ പ്രായത്തിൽ അമ്മയ്ക്ക് ഫോൺ കിട്ടാത്തതിന്റെ കുശുമ്പല്ലേ? ഒന്ന് പോടി അവിടുന്ന്. അതെ, അന്നും ഇന്നും ഇതിനോട് എനിക്ക് യാതൊരു ഭ്രമവും തോന്നിയിട്ടില്ല. ഞാനിത് അച്ഛന് കൊടുക്കട്ടെ. അച്ഛന്റെ യൂണിഫോം അയൺ ചെയ്യണം. അതുവരെ നീ അവിടെ നിൽക്ക്. കുക്കറിൽ 3 വിസിൽ വരുമ്പോ വാങ്ങി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതില് നല്ലത് ഞാൻ ജ്യൂസും കൊണ്ട് അച്ഛന് കൊടുക്കുന്നതല്ലേ? യൂണിഫോം ഞാൻ തന്നെ അയൺ ചെയ്യാം. അമ്മ അത് നോക്കിക്കോ. വേണ്ട വേണ്ട വേണ്ട, നീ കുറച്ചു സമയം അവിടെ പോയി നിന്നേ. നാളെ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണ. ചെല്ലങ്ങോട്ട്. ഈ അമ്മയുടെ ഒരു കാര്യം. എന്റെ കുക്കറെ ഒന്ന് വേഗം വിസിലടിക്കുക. മതിയാക്കാറായില്ലേ ജയേട്ടാ?
അതെ, ഒരുപാട് നേരം വ്യായാമം ചെയ്താലും ശരീരത്തിന് കേടാ. എന്നാര് പറഞ്ഞു? എനിക്കിത് ശീലമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലേ ഈ നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി ചെയ്യ്. നിർത്ത്, എനിക്ക് ജോലിയുണ്ട്. ദുർഗേച്ചിയാണല്ലോ ചേട്ടാ. ദുർഗേച്ചി. എന്താണാവോ പതിവില്ലാത്തൊരു വിളി? എടുത്തു നോക്ക് ജയേട്ടാ. ഹലോ, ആ ജയശീല, ഞാൻ ദുർഗയാ. മനസ്സിലായി. എന്താ ദുർഗേച്ചി? ജയനെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. ആ, എന്ത് കാര്യം? അത് പറഞ്ഞാലേ ഇനി വരുമെന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ തന്നെ വരാം. ശരി.